തിരുവനന്തപുരം നെടുമങ്ങാട് മർദ്ദനത്തിൽ പരിക്കേറ്റ വയോധികൻ ചികിത്സയിലിരിക്കെ മരിച്ചു. പൂവത്തൂർ സ്വദേശി മോഹനൻ ആശാരിയാണ് മരിച്ചത്. 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അജീഷ് ജയകുമാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അജീഷ്, ഈ മർദ്ദനത്തിലേക്കും ആ മർദ്ദനം ഒരു മരണത്തിലേക്കും നയിച്ച സാഹചര്യം എന്താണ്? ഈ ഗോകുൽ ഓഗസ്റ്റ് മാസം 17-നാണ് ഈ സംഭവം നടക്കുന്നത്. നെടുമങ്ങാട് മുക്കോലയിൽ വെച്ചാണ് 2 പേർ ചേർന്ന് പൂവത്തൂർ സ്വദേശിയായ മോഹനൻ ആശാരിയെ ക്രൂരമായി മർദ്ദിച്ച് അവശനായ ആ മോഹനൻ ആശാരി 3 മണിക്കൂറോളം മഴ നനഞ്ഞ് അവിടെ തന്നെ കിടന്നു. വിവരം അറിഞ്ഞതിനെ തുടർന്ന് മകനും ഭാര്യയും ചേർന്നാണ് രാത്രി മോഹനനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഈ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ മർദ്ദിച്ചവരുടെ പേര് മോഹനൻ മകനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോഗ്യനില വഷളായതോടെ പിറ്റേന്ന് 18-ാം തീയതി നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ മോഹൻ ആശാരിയെ പ്രവേശിപ്പിച്ചു. തുടർന്ന് ഡോക്ടർമാർ പരിശോധനയിൽ മോഹനന്റെ നട്ടലിന് ഗുരുതരമായ പരിക്കുണ്ടെന്ന് കണ്ടെത്തുകയും മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. ഇതിനിടെ അവിടുത്തെ പൊതുപ്രവർത്തകർ നെടുമങ്ങാട് പോലീസിൽ വിവരം അറിയിച്ചിരുന്നെങ്കിലും പോലീസ് എത്തി മൊഴിയെടുക്കാൻ തയ്യാറായില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് മോഹനൻ ആശാരി മരിച്ചത്. തുടർന്ന് ഈ മകൻ നൽകിയ പരാതിയിൽ നെടുമങ്ങാട് പോലീസ് 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒന്ന് പെരുക്കമെന്ന് വിളിക്കുന്ന മോഹനൻ നായർ, മറ്റൊന്ന് ചൊട്ട എന്ന് വിളിക്കുന്ന വേണുവിനെയുമാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട്. അതിനുശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. മരിച്ച മോഹനൻ ആശാരി ഇരട്ട പേര് വിളിച്ചതിനാണ് മർദ്ദിച്ചതെന്നാണ് ഈ കസ്റ്റഡിയിലെടുത്ത പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി. തല കൊണ്ട് വെയിറ്റിംഗ് ഷെഡിൽ ഇടിച്ചു എന്നും പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. നിലവിൽ നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. തിരുവനന്തപുരത്താണ് ഇരട്ടപ്പേര് വിളിച്ചു എന്ന് ആരോപിച്ച് പൂവത്തൂർ സ്വദേശി മോഹൻ ആശാരിയെ മർദ്ദിച്ചത്. 2 പേർ ചേർന്നാണ് ഈ മർദ്ദിച്ചത്. ആ 2 പേരും അദ്ദേഹത്തെ ക്രൂരമർദ്ദനത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു.